ഹലോ, വെൽക്കം ടു സുമി മോഫാസ് ടേസ്റ്റി കിച്ചൻ. ഇന്ന് അടിപൊളിയായിട്ടുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ള ലഞ്ചിൻ്റെ വീട്ടിൽ വളരെ സിമ്പിളായിട്ടുള്ള കറികളൊക്കെ വെച്ചിട്ടുള്ള ലഞ്ചാണ്. അപ്പോൾ ഞാനൊരു 12-12:15 ആയപ്പോൾ ഷോപ്പിൽ നിന്ന് വന്നു. കാര്യം ഇന്ന് ചോറ് മാത്രം ജസ്റ്റ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് പോയുള്ളൂ. അപ്പോൾ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ മീൻ ഇല വറുക്കാനുണ്ട്, പിന്നെ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം, പിന്നെ തക്കാളി വെച്ചിട്ട് നമുക്കൊരു ചെറിയ ടൊമാറ്റോ പച്ചടിയോ അല്ലെങ്കിൽ അതിനെ ടൊമാറ്റോ വെച്ചിട്ടൊരു മോരുകറി പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ അത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാടൻ തക്കാളിയാണ് 2 പഴുത്തത്. പക്ഷേ ഞാൻ ഒന്നും മറ്റൊന്ന് കുറച്ചു, ഒരു പകുതിയില്ല, അത് ആ അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. കുറച്ചും കൂടെ പഴുത്ത തക്കാളിയാണെങ്കിൽ അതനുസരിച്ച് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഒരു 1.5 മുറി തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഈ ഒരു അളവിൽ കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ പണികളൊക്കെ തീർത്ത് ലഞ്ചൊക്കെ കഴിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ മൂവാറ്റൂർ വരെ ഒന്ന് പോയിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് വന്ന ഉടനെ തന്നെ വിശക്കണമെന്ന് പറയാം. അപ്പോൾ അതിന് മുന്നേ തന്നെ കറിയൊക്കെ റെഡിയാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ ഇരിക്കുക കേട്ടോ. അപ്പം മോള് എന്തൊക്കെയോ എടുത്തും പിടിച്ചൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെ നടപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് പിണക്കം കൂടിക്കഴിഞ്ഞാൽ പിന്നെ പാടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി ആ കറിയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിലിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയിടുന്ന വെച്ചാൽ ഒത്തിരി പേസ്റ്റ് ആവണ്ട, ചെറിയൊരു ഇങ്ങനെ ഉടഞ്ഞ് ഒരു രീതി. അപ്പോൾ ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നന്നായി ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകും ഇട്ട ശേഷം പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തക്കാളി ഇട്ട് അതിലിട്ട് വാട്ടിയെടുക്കാം. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീഡിയോ ഇടാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ബ്രേക്കായി പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് എൻ്റെ ചാനലിൽ കാണാനും ഉണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് കടു താളിച്ചത് ഒരു പാത്രത്തിലോട്ട് എടുത്തു വെച്ചു. ലാസ്റ്റ് ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാനാണ്. നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ പുറത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കടു താളിച്ചതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് തക്കാളി ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് തേങ്ങ മതി, ഒരു ലേശം തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1-2 ഐറ്റംസ് വെളുത്തുള്ളിയും പച്ചമുളക്, പിന്നെ നമ്മൾ വേണ്ട തൈര് എന്താണോ അതനുസരിച്ച് ഒരു മോരുകറി പോലെ. മഞ്ഞപ്പൊടിയൊന്നും നമ്മൾ ഇടത്തില്ല. ഇതിന് ഒരു ടൊമാറ്റോയുടെ ഒരു കളർ, ആ തക്കാളിയുടെ ഒരു റെഡ് കളറാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തേങ്ങ ചിരകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 കഷ്ണം വെളുത്തുള്ളിയും പച്ചമുളക് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഒരു അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഒരെണ്ണം വലുത് നോക്കി ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴുകിയെടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള തൈരാണ് നമ്മളിതിൽ ചേർക്കുന്നത്. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ തക്കാളി ഒന്ന് ജസ്റ്റ് വാടി വരാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ തക്കാളി വാടി വരുമ്പോൾ നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല വൈറ്റ് കളറിലാണ് അടിച്ചെടുക്കുന്നത്, നല്ല രീതിയിലാണ് അടിച്ചെടുക്കുന്നത്. ഈ ഒരു കളറിൽ കുറച്ചും കൂടെ നമുക്ക് വെള്ളം ചേർത്ത് അതിൻ്റെ തിക്നെസ് നമുക്കറിയാമല്ലോ. ഒത്തിരി കട്ടി വേണം, നമ്മുടെ മോരുകറിയെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു തിക്നെസ്, അത്രയേ ഉള്ളൂ. ആ ഒരു രീതിക്ക് തയ്യാറാക്കുക. അപ്പോൾ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക. നന്നായിട്ട് കൂടെ വെട്ടി തിളപ്പിക്കണ്ട, ചുറ്റും ഒന്ന് തീ കൂട്ടി ഫുൾ സൈഡും ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ.
ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിക്കൊള്ളുക. വേറെ ഒന്നും ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്കിതൊന്ന് ചുറ്റും തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കടു തളിച്ചത് മാറ്റി വെച്ചിട്ടില്ലേ, അത് അതിലേക്ക് ലേശം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിന്. നമുക്ക് ഇതും ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു മുട്ട വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടം. ഇവിടെ മോന് ഈ കറി വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇതും ചോറും മാത്രം ഇട്ട് കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മുടെ തൈര് മോരുകറി അവിടെ റെഡി ആയിട്ടുണ്ട്. ആ സമയം നമുക്ക് പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്ക് ഇങ്ങോട്ട് ഒന്ന് മെഴുക് പുരട്ടി എടുക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന വെണ്ടയ്ക്കാണ്. അപ്പോൾ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒന്ന് വാടി പോവും. അപ്പോൾ ഇപ്പോൾ 3-4 ദിവസം ആയിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുള്ള രീതിയിലാണ്. അതിൽ കൂടെ ഞാനൊരു പച്ചമുളകും ഒരു സവാളയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ട്, കുഞ്ഞു സവാളേൻ്റെ ഒരു ചെറുതും കൂടെ എടുത്തേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് 4ആയിട്ട് കീറിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഈ ഒരു അളവിന് അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്കയ്ക്ക് ഒത്തിരി താമസമില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഇനി അപ്പോൾ ഇത് വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് കടു താളിച്ച് ഞാൻ ചീനിച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. വെണ്ടയ്ക്കയ്ക്ക് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ലോ ഫ്ലെയിമിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ മാത്രം ഇട്ടിട്ട് അടച്ചു വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓയിൽ പോലെയുള്ള ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് മാറി കഴിയുമ്പോൾ നമുക്കറിയാം അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ എണ്ണ വളരെ കുറച്ച് മീനിരുന്നത് വറുക്കാനുള്ളതും കൂടെ ഞാനത് ഇതിൻ്റെ ഒപ്പം തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വിശക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത്. കാര്യം രാവിലെ നിന്ന് പുട്ട് വളരെ കുറച്ച് കഴിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് വിശക്കുന്നു. ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇരുന്നു, പക്ഷേ ഫ്ലെയിം ഒന്ന് ഓഫായിപ്പോയി. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ഇതാക്കി അതിൻ്റെ ആ ഒരു വെള്ളമയമൊക്കെ ഒന്ന് മാറി വെണ്ടയ്ക്ക് മെഴുക്ക് പുരട്ടി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി മീനും കൂടെ ഒന്ന് പൊള്ളിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ മീൻ പൊള്ളിക്കുന്നത് ഒട്ടും തന്നെ എണ്ണ ഒഴിക്കാറില്ല. വളരെ കുറച്ച് ഒരു തുള്ളിയായിട്ടുള്ളൊരു എണ്ണ ഒഴിച്ചിട്ട് വാഴയിലയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ മീൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള തക്കാളി മോരുകറിയും മീൻ പൊള്ളിച്ചതും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും നല്ല ചൂടും ചോറും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ്. അപ്പോൾ എല്ലാവരും കഴിച്ച് കാണും. ഊണൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ച് കാണുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എനിക്ക് വേണം. വീഡിയോസൊക്കെ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ്